കലകൾക്കും കൃതികൾക്കുമൊന്നും അതിർത്തികളില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. നല്ലൊരു കൃതി ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും അത് തേടിയെടുത്ത് വായിക്കുന്നവരാണ് പലരും. ചിലപ്പോൾ പലതും ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് തർജിമ ചെയ്ത് വന്നതുമാകാം. അങ്ങനെയാണല്ലോ ഒഥല്ലോയും ഹാംലെറ്റ് ദ ടെമ്പസ്റ്റുമെല്ലാം സാധാരണക്കാർക്കിടയിൽ പോലും പരിചിതമായത്. അങ്ങനെ എത്രയോ എഴുത്തുകാരാണ് നമ്മുടെ ഇഷ്ട എഴുത്തുകാരുടെ നിരയിലേക്ക് ഇടം പിടിച്ചത്. ഷേക്സ്പിയർ, ഹോമർ, ചാൾസ് ഡിക്കിൻസ് തുടങ്ങിയവരെല്ലാം അവരിൽ ചിലർ മാത്രമാണ്. പലപ്പോഴും വിപ്ലവാത്മകമായ ചിന്തകൾ നമ്മുടെ യുവാക്കളിലേക്ക് എത്തിച്ചതിലും രാഷ്ട്രീയ ബോധം ഉളവാക്കിയതിലും എഴുത്തുകാർക്കുള്ള പങ്ക് വാക്കുകൾക്കതീതമാണ്. കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ അഥവാ ആശയങ്ങൾ തുടക്കത്തിൽ ആകർഷിക്കപ്പെട്ടത് തർജിമ ചെയ്തെത്തിയ ദ്യാസ് ക്യാപിറ്റൽ പോലുള്ള പുസ്തകങ്ങളിലൂടെയായിരുന്നു. പറഞ്ഞു വന്നത് ദിവസങ്ങൾക്ക് മുൻപേ ലോകത്തോട് വിട പറഞ്ഞ അൽബേറിയൻ സാഹിത്യത്തിലെ ഇതിഹാസം ഇസ്മായിൽ ഖദാരിയെ കുറിച്ചാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിർത്തികൾക്കും ഭാഷകൾക്കും അതീതമായ ഒരു സമ്പന്നമായ പാരമ്പര്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇസ്മായിൽ ഖദാരി വിടവാങ്ങിയത്. തന്റെ മഹത്തായ നോവലുകൾക്കും കവിതകൾക്കും ഉപന്യാസങ്ങൾക്കും വേണ്ടി ആഘോഷിക്കപ്പെട്ട ഖദാരി വെറുമൊരു കഥാകൃത്തായിരുന്നില്ല. അദ്ദേഹം തന്റെ രാജ്യത്തിന്റെ ആത്മാവിനെ പകർത്തിയ ചരിത്രകാരൻ കൂടിയായിരുന്നു. ചരിത്രത്തെ കഥയാക്കി പറഞ്ഞ കഥാകാരൻ. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് 15 തവണയാണ് ഖദാരി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തവണത്തെ ബുക്കർ ലോങ് ലിസ്റ്റിലും അദ്ദേഹം ഉണ്ടായിരുന്നു. സമഗ്ര ആധിപത്യത്തിനെതിരെ ധീര ശബ്ദമായിരുന്നു ഖദാരി. അൽബേനിയൻ സാഹിത്യത്തെ രൂപപ്പെടുത്തുക മാത്രമല്ല, ആഗോള സാഹിത്യ രംഗത്ത് മായാത്ത മുദ്ര പതിപ്പിക്കുകയും ചെയ്തു. ഒന്നുറപ്പിച്ചു പറയാം, ഈ വിയോഗത്തോടെ സാഹിത്യ ലോകത്തിന് നഷ്ടമായത് ഒരു ആദികായകനെയാണ്. മാതൃരാജ്യത്തിന്റെ പ്രക്ഷുബ്ധമായ ചരിത്രവുമായി, പ്രത്യേകിച്ച് എൻവർ ഹോജയുടെ അടിച്ചമർത്തൽ ഭരണത്തെ തുറന്നു വിമർശിച്ച ജീവിതവും പ്രവർത്തനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 1936 ജനിച്ച ഖദേരയുടെ സാഹിത്യയാത്ര ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ നാടായ ജിജുറോകാസ്റ്റിൽ നിന്നാണ്. ചെറുപ്പം മുതലേ കഥകളിൽ ആകൃഷ്ടനായ അദ്ദേഹം 12-ാം വയസ്സിൽ തന്റെ ആദ്യ കൃതി എഴുതി. അത് കുട്ടികൾക്കായുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മാസികയിൽ പ്രസിദ്ധീകരിച്ചു. ആദ്യകാല കവിതകൾ തന്നെ അദ്ദേഹത്തിന്റെ കഴിവുകളെ പ്രകടിപ്പിക്കുന്നതായിരുന്നു. മോസ്കോയിലെ പ്രശസ്തമായ ഹോർക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാഹിത്യം പഠിക്കാനുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം ഷേക്സ്പിയറും ഡാന്റെയും പോലുള്ള സാഹിത്യ ഭീമന്മാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദ ജനറൽ ഓഫ് ദി ഡെഡ് ആർമി എന്ന നോവൽ 1963 എഴുതുന്നത്. അൽബേനിയയിലെ ഓട്ടോമൻ ഭൂതകാലത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ ദുരന്ത കഥ മിത്ത്, ചരിത്രം, രാഷ്ട്രീയം എന്നിവയുടെ മിശ്രിതമായിരുന്നു. എൻവർ ഹോജയുടെ അടിച്ചമർത്തൽ ഭരണത്തിന് കീഴിൽ ഖദാരിയുടെ എഴുത്ത് അഭിവൃദ്ധിപ്പെട്ടു. ഞെരുക്കുന്ന യാഥാർത്ഥ്യത്തെ വിമർശിക്കാൻ കോഡ് ഭാഷയും ചരിത്രപരമായ ക്രമീകരണങ്ങളും ഉപയോഗിച്ച് അദ്ദേഹം ശ്രദ്ധേയമായ തന്ത്രങ്ങളോടെ സെൻസർഷിപ്പ് ഇല്ലാതെ എഴുതി. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് സ്വച്ഛാധിപത്യത്തിനെതിരെ പോരാടി. തന്റെ എഴുത്തുകളിലൂടെ ജനാധിപത്യം നിലവിൽ വരണം എന്നാവശ്യപ്പെട്ടു. ദ പാലസ് ഓഫ് ഡ്രീംസ്, ദ സിച്ച് തുടങ്ങിയ കൃതികൾ ഏകാധിപത്യ നിയന്ത്രണത്തിന്റെ യഥാർത്ഥ മുഖങ്ങൾ തുറന്നുകാട്ടി. 3 ആർച്ച് ബ്രിഡ്ജ് പോലുള്ള കൃതികളിലൂടെ അദ്ദേഹം അൽബേറിയൻ ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ക്രോണിക്കൽ ഇൻ സ്റ്റോൺസിൽ തന്റെ ഒറ്റപ്പെട്ട ഗ്രാമത്തിന്റെ ചരിത്രം സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്ന ഒരു സാങ്കല്പിക ചരിത്രകാരന്റെ ജീവിതം വിവരിക്കുമ്പോൾ ആത്മപരിശോധനാ സമീപനമാണ് ഖദേരി സ്വീകരിച്ചത്. സൂക്ഷ്മമായ ഈ വിവരണങ്ങളിലൂടെ ചരിത്രത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും അത് രൂപപ്പെടുത്തുന്നതിൽ വ്യക്തിയുടെ പങ്കിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നു. 1978 എഴുതിയ ബ്രോക്കൺ ഏപ്രിൽ പോലുള്ള നോവലുകൾ ഒരു സമൂഹത്തിന്റെ രക്തച്ചൊരിച്ചിലിന്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ അന്വേഷിക്കുമ്പോൾ മാസ്റ്റർ പീസായി കണക്കാക്കപ്പെടുന്ന കൺസേർട്ട് ഒരു ഏകാധിപത്യ അവസ്ഥയിൽ നിഗൂഢമായി ഒരുമിച്ച് കൂട്ടിയ ഒരു കൂട്ടം സംഗീതജ്ഞരുടെ കഥയായിരുന്നു പറഞ്ഞത്. അൽബേനിയൻ സാഹിത്യത്തിനു അപ്പുറത്താണ് ഖദേരയുടെ സ്വാധീനം. 45-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ കൃതികൾ ആഗോള പ്രേക്ഷകർക്ക് സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകത്തെ പരിചയപ്പെടുത്തി. അൽബേനിയയുടെ കഥകളും പോരാട്ടങ്ങളും ലോകത്തോട് പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ആ നാടിന്റെ ശബ്ദമായി. ക്രൂരമായ സ്വച്ഛാധിപത്യത്തിൽ കീഴിലുള്ള ഒരു ജനതയുടെ പോരാട്ടങ്ങളിലേക്കും വിജയങ്ങളിലേക്കും ഒരു ജാലകം നൽകിക്കൊണ്ട് അദ്ദേഹം തന്റെ ജനതയുടെ മിത്തുകളും ഇതിഹാസങ്ങളും ജീവസുറ്റതാക്കി. സാങ്കല്പികമായി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് ഖദേരയുടെ പ്രതിഭ വേറിട്ടതാക്കുന്നത്. ജാഗ്രതയോടെ ജീവിച്ച അദ്ദേഹം തന്റെ കാലത്തെ യാഥാർത്ഥ്യങ്ങളെ വിമർശിക്കാൻ സൂക്ഷ്മമായ രൂപങ്ങളും ചരിത്രപരമായ ക്രമീകരണങ്ങളും ഉപയോഗിച്ചു. ഈ സമീപനം അദ്ദേഹത്തിന്റെ സൃഷ്ടിയെ സമ്പന്നമാക്കുക മാത്രമല്ല, അടിച്ചമർത്തൽ ഭരണത്തിന് കീഴിൽ എഴുത്തും പ്രസിദ്ധീകരണവും തുടരാൻ അനുവദിക്കുകയും ചെയ്തു.
2005 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ഉൾപ്പെടെ നിരവധി അഭിമാനകരമായ അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഈ എഴുത്തിന്റെ കാലാതീതമായ ഗുണമാണ്. സ്നേഹം, നഷ്ടം, സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം എന്നീ വിഷയങ്ങൾ തന്റെ കഥകളിലൂടെ സംസ്കാരങ്ങളിലും തലമുറകളിലും ഉടനീളമുള്ള വായനക്കാർക്കുമായി സംവാദിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പാക്കി. ഇസ്മായിൽ ഖദാരയുടെ പൈതൃകം അദ്ദേഹം നെയ്തെടുത്ത ആകർഷകമായ കഥകളല്ല, മറിച്ച് സത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുന്നതിന് അദ്ദേഹം പ്രകടിപ്പിച്ച ധൈര്യത്തിലാണ്. വരും തലമുറകളിലെ വായനക്കാരെ പ്രചോദിപ്പിക്കുന്ന ഒരു സാഹിത്യ നിധിശേഖരം അദ്ദേഹം അവശേഷിപ്പിച്ചിട്ടുണ്ട്. ടിറാനയിൽ അദ്ദേഹം 30 വർഷം താമസിച്ച അപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഇസ്മായിൽ ഖദാരെ ഹൗസ് മ്യൂസിയവും ആർക്കൈവുകളുമാണ്.